നമ്മൾ ഇന്ന് കാണാൻ പോണതന്നെ ദ സെയിം ഡേ വി ആർ ഗോണ സീ വാച്ച് യെറ്റ് അനദർ മൂവി. വേറെ നല്ല നമ്മുടെ മമ്മൂക്കയുടെ ഓക്കെ മൂവി ഓൾമോസ്റ്റ് സ്റ്റാർട്ട് ആയിട്ടോ. അപ്പോൾ ഇനി നമുക്ക് എന്തായാലും ഫോൺ താഴോട്ട് ക്യാമറ താഴോട്ട്. ഇതിന്റെ പുറകിൽ ഐഡി ഇപ്പം നമ്മൾ കഴിക്കാൻ തുടങ്ങിയപ്പോൾ ആക്ച്വലി പറഞ്ഞത് 2 പീസ് ഉണ്ടെന്നാണ്. ഓക്കെ പണി നടത്തിക്കോ മോനെ. ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് കുറച്ച് പേഴ്സണൽ വ്ളോഗും കൂടെ നമ്മൾ ഈ വീഡിയോയോട് ചേരുന്നുണ്ട് കേട്ടോ. ഗൈസ്, ഇപ്പോൾ നമ്മൾ രാവിലെ 10:30-ക്കുള്ള ഷോയ്ക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഓൾമോസ്റ്റ് 10:10 ആയി. നമ്മൾ ആലപ്പുഴ പാനിലാണ് നമ്മുടെ മൂവി ഉള്ളത്. 10:30-യുടെ ഷോ ബുക്ക് ചെയ്യാൻ കാണിച്ചാൽ നമുക്ക് വേറൊരു ഷോയും കൂടി ഇന്നിട്ട് കാണേണ്ടതായിട്ടുണ്ട്. നല്ല ബ്ലോക്കാണ് ഗൈസ്, രാവിലെ ഒരു ടൈം ആയത് കാരണം നല്ല ബ്ലോക്കാണ് ഗൈസ്. അതുപോലെ തന്നെ ഒരു കാര്യം എടുത്തു പറയാമെന്ന് വെച്ചാൽ നമ്മളിത് 2 ദിവസത്തെ ബ്ലോഗാണ് ഈ ഒരൊറ്റ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് കേട്ടോ. ഡീസൽ 500 ഗൈസ്. അതുപോലെ തന്നെ നമ്മൾ ഇന്നത്തെ ദിവസം തന്നെ 2 മൂവി എന്തായാലും കാണണമെന്നാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള സീക്വൻസൊക്കെ നമ്മൾ അടുത്ത ദിവസം ഷൂട്ട് ചെയ്ത വീഡിയോസാണ് നിങ്ങൾ കാണുന്നത്. ഇത് ബോയ്സ് സ്കൂളാണ്. ഇവിടെ നേരെ പോകുമ്പോഴാണ് നമ്മുടെ STV സെൻട്രൽ സ്കൂൾ, ഞാൻ പഠിച്ച സ്കൂൾ. LKG മുതൽ ഞാൻ പഠിച്ച സ്കൂളാണ്. പ്രഭാതമായ കേസുകളെല്ലാം വിളയാടുന്ന ആലപ്പുഴ ജില്ലാ കോടതി. ഗൈസ്, അതുപോലെ തന്നെ നമ്മുടെ ഈ പാൻ സിനിമാസ് ഏത് ലൊക്കാലിറ്റി ആണെന്ന് ആക്ച്വലി ഞാൻ മറന്നുപോയി. അപ്പോൾ അറിയാവുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ശരിക്കും പറഞ്ഞാൽ നാണക്കേടാണ് ആലപ്പുഴക്കാരനായിട്ട് തൊട്ടടുത്ത് കിടക്കുന്ന സ്ഥലം മറന്നു പോകുന്നത്. എങ്കിലും നിങ്ങൾ ആരെങ്കിലും ഒന്ന് അറിയാവുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ പാൻ സിനിമാസ് എത്തിക്കഴിഞ്ഞു. നമ്മൾ തിയേറ്ററിൽ എത്തി. രാവിലെ ഇപ്പൊ ഏകദേശം അല്ല, കറക്റ്റ് സമയം എന്ന് പറഞ്ഞാൽ 10:23 10:23 ആയിട്ടുള്ളൂ. 10:30-ക്ക് ഷോ തുടങ്ങത്തുള്ളൂ. അപ്പോൾ എന്തായാലും നമ്മൾ ഓൾറെഡി പ്രീ ബുക്ക്ഡ് ആണ്. അതുകൊണ്ട് തന്നെ ഇപ്പോഴേ അങ്ങോട്ട് പോണോ? ഓക്കെ, നമുക്ക് എന്തെല്ലാം അങ്ങോട്ട് പോവാം. സ്റ്റേ ട്യൂൺ ഗൈസ്. പാൻ സിനിമാസ്, ഞാനിവിടെ നല്ല നല്ല അടിപൊളി മൂവീസൊക്കെ ഉണ്ട്. നല്ലൊരു ഓഡിയോ വർക്കും എല്ലാം സൂപ്പറാണ് ഇവിടുത്തെ. ഇവിടെ KGF ഒക്കെ ഇവിടെയാണ് റിലീസായത്. ആർക്കും നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഈ ഒരു സിനിമയിൽ. എന്തായാലും രാവിലെ ഫസ്റ്റ് ഷോ ആയതുകൊണ്ടും അതുപോലെ തന്നെ വലിയ റഷ്യൻ കാര്യങ്ങളൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ വന്നപ്പോൾ തന്നെ ഒരു എൻട്രി നമുക്ക് ഓപ്പൺ ആക്കി തന്നിട്ടുണ്ട്. കാരണം ഇപ്പോൾ ഓൾമോസ്റ്റ് 10:25 ആയി. ഓൾമോസ്റ്റ് ഇപ്പോൾ 5 മിനിറ്റ്സും കൂടെ ഉള്ളൂ ഈ മൂവി സ്റ്റാർട്ട് ചെയ്യാൻ. നല്ല അടിപൊളി പടങ്ങളൊക്കെ വരാൻ കാത്തിരിക്കുന്നു. അപ്പോ ഇത് കമ്മിങ് സൂൺ അല്ല, ആക്ച്വലി ദിസ് വൺ ഹാസ് ഓൾറെഡി ബീൻ ലോഞ്ച്ഡ്. അപ്പോ നെക്സ്റ്റ് മൂവി ഇതല്ല, അതായത് നമ്മൾ ഇന്ന് കാണാൻ പോണതന്നെ ദ സെയിം ഡേ വി ആർ ഗോണ സീ വാച്ച് യെറ്റ് അനദർ മൂവി. വേറെ നല്ല നമ്മുടെ മമ്മൂക്കയുടെ ഭ്രമയുഗം, അതെ, ദ ഹൊറർ മൂവി, അതാണ് നമ്മൾ കാണുന്നത്. പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ ഇത് പോകുന്നതിന് മുമ്പ്, അതായത് നമ്മുടെ അന്വേഷിപ്പിൻ കണ്ടെത്ത് പോകുന്നതിന് മുമ്പ് ഒന്ന് കാണുന്ന ഒരു ആഗ്രഹമുണ്ട്. സമയം പരിമിതികൾ ഉള്ളത് കൊണ്ടാണ് ഇന്ന് എന്തായാലും 2 മൂവീസ് നമ്മൾ കണ്ടിരിക്കും. സോ ലെറ്റ്സ് വാച്ച് ദ ഫസ്റ്റ് മൂവി. മൂവി ഓൾമോസ്റ്റ് സ്റ്റാർട്ട് ആയിട്ടോ. അപ്പോൾ ഇനി നമുക്ക് എന്തായാലും ഫോൺ താഴോട്ട് ക്യാമറ താഴോട്ട്. Technology for extra safety. Polycab Maximum. ഓക്കെ ഗൈസ്, അപ്പൊ എന്തായാലും നമ്മള് നമ്മുടെ പ്രേമലു മൂവി കഴിഞ്ഞു. സാധാരണ വലിയൊരു സ്ക്രിപ്റ്റും കാര്യങ്ങളും നല്ല ഒരു സിമ്പിൾ സ്റ്റോറി ആൻഡ് സിമ്പിൾ ആക്ടിങ്. പക്ഷെ ഒരുപാട് എൻജോയ് ചെയ്തു. നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന സ്റ്റോറി ആണെങ്കിൽ പോലും നമുക്ക് കണ്ടിരിക്കാം. അതാണ് ആ ഒരു മൂവിയുടെ ഒരു പ്രത്യേകത. കാരണം കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാം ആ മൂവിക്ക് വേണ്ടി. അത് നല്ലൊരു ആശയം. അപ്പൊ ഇനി നമ്മൾ പോകുന്നത് ഓൺ ദ വേ ആണ്. നമ്മൾ നമ്മുടെ മമ്മൂക്കയുടെ ഭ്രമയുഗം
ആക്ഷൻ പാക്ക് മൂവിയാണെന്നാണ് പറയുന്നത്. നമുക്ക് എന്തായാലും അത് എൻജോയ് ചെയ്യാം. നമ്മൾ മുല്ലക്കിൽ എത്തിക്കഴിഞ്ഞു. നമ്മുടെ AEC ആലപ്പുഴ എത്തിക്കഴിഞ്ഞു. ഓൾമോസ്റ്റ് ഇറ്റ്സ് ഹിയർ. ഓക്കെ ഗായ്സ്, AEC എത്തിക്കഴിഞ്ഞു. അകത്ത് വർക്ക് നടക്കുകയാണ്. നമുക്ക് എന്തായാലും അതുകൂടെ കേട്ടാം. AEC സിനിമാസ്. ഓക്കെ ഗൈസ്, അപ്പൊ AEC ഒക്കെ നമ്മുടെ ബ്രഹ്മയുഗം കണ്ടു. അടിപൊളി മൂവിയാണ്. ഒരുപാട് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ബ്ലാക്ക് ആൻഡ് വൈറ്റിലായതുകൊണ്ട് തന്നെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പൊ ഇനി കുറച്ച് ഷോപ്പിംഗ് ഉണ്ട്. അപ്പൊ നമ്മൾ ആലപ്പുഴ പ്രീമിയറിലോട്ട് വന്നിരിക്കുകയാണ്. ഓക്കെ സ്റ്റേ ട്യൂൺ. ഇതിന്റെ പുറകിലാണ് ഇടിയപ്പം. അതുപോലെ തന്നെ എപ്പോഴും നമ്മൾ പറയാറുള്ളൂ, നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം ഒരിക്കലും നടക്കത്തില്ല. അതുകൊണ്ട് തന്നെ അതുപോലെ തന്നെ നമ്മൾ വേറെ ഒരുപാട് സാധനങ്ങളാണ് മേടിക്കാനായിട്ട് ആഗ്രഹിച്ച് വന്നത്. പക്ഷേ ആ സാധനങ്ങളൊന്നും തന്നെ ഇല്ല. അതുകൊണ്ട് തൽക്കാലം ഒരു വെള്ളവും മേടിച്ച് നമ്മളെന്തായാലും ഇവിടുന്ന് സ്കൂട്ട് ചെയ്യുവാണ്. അതുപോലെ തന്നെ കയ്യിലിരിക്കുന്ന കുപ്പിയുടെ വില 200 രൂപ. യെസ്, അതുപോലെ തന്നെ നമ്മൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോൾ ചിലപ്പോൾ കേക്കൊക്കെ ഉണ്ടാക്കാറുണ്ട്. നമ്മുടെ ഷാഡോയാണ് ഏറ്റവും കൂടുതൽ വലിയ കേക്ക് കൊതിയെ. പിന്നെ അതുപോലെ തന്നെ വീട്ടിലെല്ലാവർക്കും കേക്ക് ഇഷ്ടമാണ്. വൈകുന്നേരമൊക്കെ ചായയുടെ കൂടെ ചെറിയൊരു കേക്കൊക്കെ കഴിക്കുമ്പോൾ എല്ലാവർക്കും ഒരു ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ ഇന്ന് എന്തായാലും നമുക്കൊരു ചെറിയൊരു ഫോർമലല്ല, ഒരു സിമ്പിളായിട്ടുള്ളൊരു കേക്ക് ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനിടയ്ക്ക് ഒരാൾ കേക്കിൻ്റെയൊക്കെ മണം പിടിച്ച് അടുക്കളയൊക്കെ വന്ന് വിസിറ്റ് ചെയ്തിട്ട് പോയി ആശാനെ ഓടിച്ച് വിട്ട്. ഓക്കെ ഗായ്സ്, അപ്പോൾ ഏറെ കാത്തിരിപ്പിന് ശേഷം നമ്മുടെ കേക്ക് ഒരുവിധം സെറ്റായിട്ടുണ്ട്. നമ്മൾ ഈ കടയിൽ നിന്നൊക്കെ കേക്ക് മേടിച്ച് കഴിക്കുമ്പോൾ അതൊക്കെ തണുത്തൊക്കെ ഇരുന്ന് കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ നമുക്ക് അത്ര ഒരു എൻജോയ്മെൻറ്റ് കിട്ടത്തില്ല. പക്ഷേ ഈ ചൂടോട് നല്ല കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ് നമുക്കത്. സിമ്പിൾ കേക്കാണെങ്കിൽ പോലും. നമ്മുടെ ഷാഡോയ്ക്ക് ഈ കേക്ക് മുഴുവനായിട്ട് തിന്നണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് കേട്ടോ. നോക്കി ആ നോട്ടം കണ്ടില്ലേ, കൊതിയൻ. Down. സൺഡേ ആണ്, എല്ലാവർക്കും ഓഫാണ്. നമ്മുടെ ഷാഡോയ്ക്ക് സന്തോഷമാണ്. അപ്പൊ ഇന്ന് നമ്മൾ ഷാഡോയ്ക്ക് ഒരു ഷവർ കൊടുക്കും. അതെ, നമ്മൾ നമ്മുടെ ഷാഡോയ്ക്ക് ചെറുതായിട്ട് കുളിപ്പിക്കുന്നു. ഷാഡോ എനിക്ക് ഏറ്റവും സത്യമാണ്. പച്ചേൻ്റെ ഉള്ളി എങ്ങടാ ആൾക്ക് കുളിക്കുന്ന ഭയങ്കര ഇഷ്ടമാണ്. കുളിക്കാൻ തുടങ്ങുന്ന അത് കഴിഞ്ഞാൽ പോയി. പിന്നെ എങ്ങനെയും കുളിച്ച് കഴിഞ്ഞ് കയറണമെന്നേ ഉള്ളൂ അല്ലേടാ. ഗുഡ് ബോയ്. വേണ്ട Come. Up.
കേസ് അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞൊരു വീഡിയോ അത് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഷാഡോ ചെറുതായിട്ട് കാലൊന്ന് ഉളുക്കിയിരിക്കും. അത് കാരണം അവൻ ഒത്തിരി നേരം ഇങ്ങനെ കോൺസ്റ്റൻ്റായിട്ട് നിൽക്കാൻ പറ്റില്ല. കാരണം അവൻ്റെ സ്ഥലം കണ്ടെത്തി അവനവിടെ പോയി ഇരിപ്പുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കഴിഞ്ഞൊരു വീഡിയോയിൽ, അതായത് ഷാഡോയുടെ കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മളൊരു സബ്സ്ക്രൈബർ ബ്രദറെ ചോദിച്ചായിരുന്നു ഈ കുട്ടികളൊക്കെ ഉള്ള വീട്ടിൽ റോട്ട് വൈലറിനെ വളർത്താൻ പറ്റുമോ എന്നൊക്കെ. അപ്പോൾ എനിക്ക് പറയാനുള്ള വെച്ചാൽ നമ്മൾ അത് കൊച്ചിലേ തൊട്ട് തന്നെ വളരെ സോഷ്യലായിട്ട് എല്ലാവരുമായിട്ടും മിങ്കിളിപ്പിച്ച് വളർത്തി കഴിഞ്ഞാൽ അത്രയും ബുദ്ധിമുട്ട് വരത്തില്ല. പിന്നെ അതുപോലെ തന്നെ പ്യുവറായിട്ട് പറയുകയാണെങ്കിൽ ഇതൊരു 1 മാസ്റ്റർ ഡോഗാണ്. അതായത് ചില പ്രത്യേക ഇവൻ അഗ്രസീവ് ആവുന്ന സാഹചര്യങ്ങളിൽ ഞാൻ പറയുന്നത് മാത്രമേ ഇവൻ അനുസരിക്കാറുള്ളൂ. അതാണ് അതിൻ്റെ ഒരു ഫാക്റ്റ് എന്ന് പറഞ്ഞാൽ. അതുപോലെ തന്നെ നിങ്ങളെപ്പോഴും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഇത് നല്ലൊരു ആറ്റിറ്റ്യൂഡുള്ളൊരു ഡോഗാണ്. കാരണം ഇവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇവർ റിയാക്ട് ചെയ്യും. അതിപ്പോൾ 1 മാസ്റ്റർ ആയാലും 2 മാസ്റ്റർ ആയാലും. സോ എൻ്റെ ഒരു നിഗമനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു പെറ്റ് ഡോഗായിട്ട് ആരും ചിന്തിച്ചുകൊണ്ടും വാങ്ങിക്കരുത്. കാരണം ഇതൊരു അഗ്രസീവ് ഗാർഡ് ഡോഗാണ്. പക്ഷേ സ്നേഹത്തിൻ്റെ കാര്യത്തിൽ നോ കോംപ്രമൈസ്. നമ്മുടെ ഷാഡോ എൻ്റെ 3rd ഡോഗാണ്. എനിക്ക് ആദ്യം ഒരു ജാപ്പനീസ് പെറ്റ്സ് ഉണ്ടായിരുന്നു, പിന്നെ ഒരു ജർമ്മൻ ഷെപ്പേർഡ്, ഇപ്പോൾ റോട്ട് വൈലർ. കുളി കഴിഞ്ഞിട്ട് തുടയ്ക്കുന്ന സീക്വൻസാണ് ഏറ്റവും വലിയ ഡേഞ്ചർ. പക്ഷേ ഇങ്ങനെ ഇരിക്കും, തുടച്ച് കഴിയുമ്പോൾ ഈ തുണി അവർ വേണം. തന്നില്ലെങ്കിൽ ആൾ അഗ്രസീവ് ആവും, ഡേഞ്ചറായി മാറും. അടുത്ത ഇവന് ഏറ്റവും ഇഷ്ടപ്പെട്ട മറ്റൊരു കാര്യമാണ് ഈ ഒരു ഗ്രൂമിങ് എന്ന് പറയുമ്പോൾ. ഇത് നമ്മുടെ നോർമൽ പ്ലാസ്റ്റിക്കിൻ്റെ പല്ലല്ല, മറ്റേ ഇരുമ്പിൻ്റെ സ്റ്റീലാണ് ആക്ച്വലി ഇതിൻ്റെ പല്ലുകളെന്ന് പറയും. അപ്പോൾ നമ്മൾ ഒരുപാട് ബലം കൊടുത്തേക്കേണ്ട ഇവർക്ക് ചിലപ്പോൾ പെയിൻ തോന്നിയേക്കാം. പക്ഷെ നമ്മളൊരു ജെൻ്റ്ലി നമ്മളൊന്ന് ഒരു ഗ്രൂം ചെയ്ത് കൊടുത്താൽ മതി. ഈ ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവാനും എല്ലാം നല്ലൊരു കാര്യമാണത്. അപ്പോൾ ലഞ്ച് ടൈമായി. അപ്പോൾ കുറേ നാളുകളായിട്ട് നമ്മുടെ ഫസ്റ്റ് തന്നെ നമ്മുടെ ലൈവിൽ ഒരു ബ്രദർ നമ്മളോട് പറഞ്ഞായിരുന്നു നല്ല അടിപൊളി ചിക്കൻ ബിരിയാണിയുടെ ഒരു കാര്യം. ആ പുള്ളിക്കാരൻ നമ്മുടെ വാട്സാപ്പിലും വന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ എന്നിരുന്നാലും ഇന്നെന്തായാലും പേഴ്സണൽ വ്ലോഗ് ആയതുകൊണ്ട് തന്നെ വീട്ടിൽ നല്ല അടിപൊളി ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയില്ല. പക്ഷേ സ്വിഗ്ഗിയിൽ നിന്ന് നല്ലൊരു അടിപൊളി മലബാർ ദം ബിരിയാണി ഞാൻ മേടിച്ചു. അപ്പോൾ ഇന്ന് അതാണ് നമ്മൾ ഉച്ചയ്ക്ക് ലഞ്ചായിട്ട് കഴിക്കുന്നത്. ഓ, ഇതിൻ്റെ കൂടെ കോംപ്ലിമെൻ്ററി ലൈം ജ്യൂസും കൂടെ വരുന്നുണ്ട് കേട്ടോ. അതാണ് ഈ സ്ട്രോയുടെ കാര്യം. ഇത് ഞാൻ എവിടെ നിന്ന് ഓർഡർ ചെയ്തെന്ന് ഞാൻ നോക്കുന്നില്ല. അതെ, പേരതാണ് ലാ വെനിസ്, വെനിസ്, അങ്ങനെ പല രീതിയിലും പറയാം. അതാണ് റെസ്റ്റോറൻറ്റിൻ്റെ പേര്. അപ്പോൾ അതിൽ നമ്മൾ അവർക്ക് ചിക്കൻ വെനിസ് ദം ബിരിയാണിയാണ് ഓർഡർ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു ലൈം കോംപ്ലിമെൻ്ററി ആണ് ആക്ച്വലി. യെസ്, അപ്പോൾ ഈ ഒരു ദം ബിരിയാണിക്ക് 250 റുപ്പീസാണ് അതിൻ്റെ MRP. പക്ഷേ ആബ്സലൂട്ട് വർത്ത് ഫോർ യുവർ മണി എന്നാണ് എനിക്കറിയാം. ഞാൻ ഇതിനു മുമ്പ് കഴിച്ചിട്ടുണ്ട്. ആ സവോളയുടെ ഒക്കെ ആ ഒരു കാരമലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഫ്ലേവർ ഉണ്ടല്ലോ. പച്ച വെക്കുന്നവർ ഇങ്ങനെ വെക്കുക. Just like this. ഇതിലെന്തായാലും എഗ്ഗില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമുക്ക് തന്നെ ഒന്ന് പൊട്ടിച്ചു നോക്കാം. അതെ, എഗ്ഗില്ല, എഗ്ഗ്ലെസ് ബിരിയാണിയാണ്. ഒരു പീസേ ഉള്ളൂ, അല്ല 2 ലെഗ് പീസാണ് വിട്ടിരിക്കുന്നത്. എനിക്ക് പൊതുവെ ലെഗ് പീസിനോട് അത്ര ഇൻട്രസ്റ്റ് ഇല്ല.
അപ്പം എന്തായാലും നമുക്ക് ബേസിക് ആയിട്ട് ഇനിഷ്യലായിട്ട് ആ ബിരിയാണി റൈസ് ഒന്ന് കഴിച്ചു നോക്കാം മസാല. അപ്പോൾ നമ്മൾ കഴിക്കാൻ തുടങ്ങിയപ്പോൾ ആക്ച്വലി പറഞ്ഞത് 2 പീസ് ഉണ്ടെന്നാണ്, 2 പീസ് ചിക്കൻ, 2 ലെഗ് പീസ് എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ ഇതിനകത്ത് ഒരു 4 പീസ് എക്സ്ട്രാ ഉണ്ടായിരുന്നു. ഇത് പിന്നെ ഇവിടെ ഓൾറെഡി ഞാൻ കഴിച്ചു. ടോട്ടല് 4 പീസ് ചിക്കൻ ഉണ്ടായിരുന്നു ഇതിനകത്ത്. എല്ലാം നല്ല പീസുകളാണ്, അതെ നല്ല ടെൻഡർ പീസുകളാണ്. അച്ചാറിൽ പുളി കുടിപ്പില്ല, സത്യമായിട്ട് ഉപ്പും പുളിയും കുടിപ്പില്ല. ബിരിയാണിയൊക്കെ കഴിക്കുന്ന ഒരു പരമ്പരാഗത രീതിയിൽ ഒരു തരി ചോറ് പോലും ബാധിക്കാൻ പാടില്ല. അതാണ് അതിൻ്റെ ഒരു സൈക്കോളജി. ായാല് പള്ളി ഇറക്കത്തിനുള്ള സമയമാകുമ്പോൾ ഫ്ലാറ്റാണ്. തൊണ്ട വയ്യാത്തതുകൊണ്ട് തണുപ്പതി ഇല്ല, ചെറിയൊരു തണുപ്പ്, എവിടെയോ ഒരു തണുപ്പ്. അടിപൊളി, അതും ബാലൻസ്ഡ്. അമിതമായിട്ടുള്ള മധുരമില്ല, അമിതമായിട്ടുള്ള നാരങ്ങയുടെ പുളിയും ഇല്ല, എല്ലാം ഒരു ബാലൻസ് ചെയ്ത് അടിപൊളി ലഞ്ചായിരുന്നു. ഫുള്ളി സാറ്റിസ്ഫൈഡ്. സോ ഗായ്സ്, നമ്മൾ കഴിച്ചു കഴിഞ്ഞു. ഇതൊന്നും ഒരിക്കലും വേസ്റ്റ് ആവില്ല കേട്ടോ. നമ്മുടെ ഷാഡാക്കുട്ടൻ കുളിയൊക്കെ കഴിഞ്ഞ് നല്ല ദീർഘമായ ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് ഇവിടെ കണ്ണെന്ന് പറഞ്ഞാൽ നമ്മളെ നോക്കി കിടപ്പുണ്ട്. ഉറങ്ങും. ഹലോ, എന്തൊരു ഉറക്കമാണോ ഇത്? ഉറങ്ങിക്കോ. നമ്മൾ ചെറിയൊരു ഷോപ്പിംഗ്, അതായത് നമ്മുടെ ബ്രോയ്ക്ക് ഒരു ചെറിയൊരു ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് എമർജൻസി ചെയർസ് വേണം. അപ്പോൾ അതിന് നമ്മൾ ആലപ്പുഴ മുല്ലയ്ക്കൽ കുറച്ച് ചെയർസ് പർച്ചേസ് ചെയ്യുമ്പോൾ കുറേ തപ്പി കിടന്നു. ഒരുപാട് ലേറ്റ് ആയത് കാരണം മെയിൻ കടകളൊക്കെ ക്ലോസ് ആയിപ്പോയി. അപ്പോൾ നമ്മൾ ഭാഗ്യത്തിൻ്റെ ഒരു ഇത് വെച്ചുകൊണ്ട് നമ്മൾ ലാസ്റ്റ് ഒരു കട ഫൈൻഡ് ചെയ്തു. പുള്ളിക്കാരനൊക്കെ കളറേ ഉള്ളൂ, വേറെ ഈ കളറേ ഉള്ളൂ സാർ. ഓടിഞ്ഞൊന്നും പോകത്തില്ല, ക്ലീൻ ആക്കി അത് മാറ്റിയിട്ട് വേറെ എടുക്കട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് പറഞ്ഞാൽ ഓൾ ഇൻ ഓൾ ആണ്. എല്ലാ സാധനങ്ങളും ഉണ്ട്, ചെരുപ്പുണ്ട്, മറ്റുള്ള ഐറ്റംസ് എല്ലാം ഉണ്ട്. ഇവിടെയൊക്കെ എല്ലാം അഫോർഡബിൾ പ്രൈസാണ് സംഭവമൊക്കെ. മെൻസിൻ്റെ ഉണ്ട്, ബോയ്സിൻ്റെ ഉണ്ട്, ലേഡീസ് ഉണ്ട്, കിഡ്സ് ഉണ്ട്, എല്ലാ സംഭവം ഉണ്ട് കേട്ടോ. ബക്കറ്റ്സ്, എവറിത്തിങ് ഈസ്. പ്രൈസ് ഇപ്പോൾ പുള്ളിക്കാരൻ്റെ സമയമില്ലാത്തതുകൊണ്ടാണ്, വേണ്ടി ക്ലോസിംഗ് ടൈം ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ ഞാൻ എന്തായാലും ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ അവരെ കൊണ്ട് ഡിസ്ക്ലോസ് ചെയ്യിപ്പിക്കുന്നതായിരിക്കും. എത്ര പീസ് ഉണ്ടാവും? അത്ര ഒരു പീസ് 50. ഓക്കെ, സിംഗിൾ ആയിട്ടാണ് കൊടുക്കുമോ? അങ്ങനെ കൊടുക്കും. സിംഗിൾ പീസ് ആയിട്ടും സാർ കൊടുക്കും, എങ്ങനെയാണ് കൊടുക്കും?
അല്ല ചോദിച്ചതാ സിംഗിൾ പീസ്. അതാണ് ഞാൻ ആദ്യം ചോദിച്ചു ഓർമ്മ എത്ര ഉണ്ടാവും ഞാൻ ചോദിച്ചത്. 6 പീസ്. ഇത് സംഭവം കൊള്ളു. ഇത് എത്ര രൂപയാണ്? ഓക്കെ. എത്ര മില്ലി കൊള്ളു? സംഭവം എല്ലാം പർച്ചേസ് ചെയ്ത് കഴിഞ്ഞു. സംഭവം എല്ലാം നമ്മുടെ ചെയർ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ഇനി നമുക്ക് നമ്മുടെ പരിപാടിക്ക് പോവാം. സ്റ്റേ ട്യൂൺ ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോ എന്റെ ഒച്ചയൊക്കെ അടിച്ചു പോയി. ഒച്ചയൊക്കെ എവിടെ പോയെന്ന് എനിക്ക് അറിയത്തില്ല. എന്ത് നില ഉള്ള ഒച്ച വെച്ച് പറയാണ്. ഇന്നത്തെ എല്ലാ പ്രോഗ്രാമും കഴിഞ്ഞു. നമ്മൾ ഒരുപാട് അലഞ്ഞു. ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. പട്ടിയെ വരെ കുളിപ്പിച്ചു. അപ്പൊ എന്തിനാലും ഒടുക്കം ഇവിടെ നല്ല ഒടുക്കമല്ല, ഈ വീഡിയോയുടെ ഒടുക്കം ഇവിടെ വന്ന് പരിസമാപ്തിക്കും. അതാണ് അതിന്റെ ഒരു സുഖം. അപ്പൊ ചെറുതായിട്ടൊന്ന് ഇപ്പൊ സത്യം പറഞ്ഞ ടെൻഷനാണ്. ഈ ഒച്ച പോയിട്ട് സാഹചര്യത്തിൽ പിന്നെയും തണുത്ത് അടിച്ചു കഴിഞ്ഞാൽ ഉള്ളതും കൂടെ പോകുമോ എന്നൊരു ഭീഷണിയുണ്ട്. എന്നിരുന്നാലും ഉള്ള ഒച്ച വെച്ച് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുക. സോറി. അപ്പൊ എന്തെങ്കിലും നമ്മൾ ഇവിടെ എത്തിക്കഴിഞ്ഞു. ലെറ്റ്സ് റോക്ക് ഗൈസ്. സ്റ്റേ. ഇതാണ് ഇവിടുത്തെ ട്രേഡ് മാർക്ക് സാധനം. തണുത്ത കുഴപ്പമില്ല. ഓക്കെ, പണി നടത്തിക്കോ മോനെ. പണി നടത്തി കഴിഞ്ഞല്ലേ. ഇന്ന് ടിഷ്യൂ ഉണ്ട്. നമ്മളേക്കാളും ആക്രമണം സോടയ്ക്കാൻ തോന്നും. മതി. എനിക്ക് ഒച്ചയില്ല. ഒച്ചയുണ്ട്, പക്ഷെ അത് വേറെ ആളുടെ ഒച്ചയാണ്. എൻ്റെ ഒച്ച ഇങ്ങനെ ഇല്ല. അപ്പൊ എന്നിരുന്നാലും ഇന്ന് ബ്ലോക്ക് തന്നെ പിടിക്കാൻ കാരണം മറ്റതുകൊണ്ടല്ല, വലിയ സാധനം അടിക്കാനുള്ള ആംബിയർ ശരീരത്തിലില്ല. എൻ്റെ സൗണ്ടിലും ഇല്ല. പിന്നെ തണുക്കാത്ത സാധനം അടിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് മാത്രമാണ് ഈ റിസ്ക് എടുക്കുന്നത്. സർവ്വം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഞാനിവിടെ പറഞ്ഞു. നമ്മുടെ MDTV തുടങ്ങിയതിനു ശേഷം ആൽക്കഹോൾ പരിപൂർണ്ണമായിട്ട് ഒഴിവാക്കാവുന്ന നടപടിയാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ വളരെ കുറച്ച് മാത്രം ആൽക്കഹോൾ കണ്ടന്റ് കാണിക്കുന്നത്. ആരും കഴിഞ്ഞൊരു വീഡിയോ നമ്മളൊരു സബ്സ്ക്രൈബർ ബ്രദർ ചോദിച്ചു, നമ്മൾ അടിക്കുന്ന സാധനത്തിൻ്റെ വില പറയുന്നില്ല. അപ്പോൾ ആ ഒരു പരാതി ഈ ഒരു വീഡിയോ എന്തായാലും ഉണ്ടാവും. സോ അതിൻ്റെ വിലയിൽ എന്തായാലും പറഞ്ഞു. അപ്പോൾ നമ്മളിന്ന് കഴിക്കുന്നത് ആബ്സലൂട്ട് വോഡ്ക. ഇവിടുത്തെ പ്രൈസ് എന്ന് പറഞ്ഞാൽ ഒരു പെഗിന് 700 rupees-ആണ്. 700 രൂപ. എനിക്കിവിടെ മെമ്പർഷിപ്പ് ഉള്ളതുകൊണ്ടും നമുക്ക് 350 കിട്ടും. 50% ഡിസ്കൗണ്ട്. അപ്പോൾ ദാറ്റ്സ് എ പ്രൈസ് ഓഫ് which I'm consuming. Absolute vodka. റെസ്പോൺസിബിൾ ഡ്രിങ്കർ. ആവശ്യത്തിന് മാത്രം കഴിക്കുക. മദ്യപാനിക്ക് പറ്റിയ തണ്ടാണ്. സോറി, തണ്ടാണ് എന്താണ് പറയുക? മദ്യപാനിക്ക് പറ്റിയ തണ്ടിയാണെന്ന്. ഫൈനൽ റൗണ്ട് മയക്കൂടി വെച്ചു. പക്ഷേ നമ്മുടെ ബ്രോയ്ക്ക് മോർഫീൻസ് പ്രിയമാണ്. ഭയങ്കര ഫേവറേറ്റ് സാധനമാണ് അല്ലേ. അതാണ് ഒരു 30 കൂടെ പുള്ളിക്കാരൻ മേടിച്ചിരിക്കാൻ. എന്തിനെല്ലാം കളയും.
അടിച്ച് തെറിപ്പിക്കടാ. Wow, perfect. അതെടാ ഒറ്റയടിക്ക് ജമ്പിയാണ്. ഞാൻ ചുമ്മാ കാണിക്കുക കേട്ടോ. ആ കണക്കിലെ ഫൗളല്ലേ? അല്ല അത് കണക്കിൽ കൊണ്ടുകഴിഞ്ഞാൽ ഓക്കെ അല്ലേ? ഏച്ചി കളി ചേച്ചി. ഇവിടെ വൈറ്റിരിക്കുന്നു. അല്ല ബൈക്ക് അവൻ ഇങ്ങോട്ട് കളിക്കും. പവർ ഉറച്ചുകൊണ്ടാണ് ഓക്കെ ആയിരുന്നു. അത് കഴിവ് കേട്ടോ. ഇവിടെ നിന്ന് സാധനം ഇതിന്റെ ഇപ്പുറത്തോടെ ജന്മിപ്പിക്കുന്നു. അത് കഴിവ്. എന്തെങ്കിലും പുതിയ ഐറ്റംസ് ഉണ്ടായാലും ഞാൻ നോക്കട്ടെ. ആ കമ്പനിന്റെ മേത്തൂത്തിക്കിട്ട് കളി അടിച്ചു വരും കേട്ടോ. യെസ് നീ എനിക്ക് ഇത് വെള്ളം അടിച്ചില്ല. എവിടെ വെച്ച് വന്നല്ലേ? എടാ അവിടെ വെച്ചിരിക്കടാ. എടാ അവിടെ വെച്ചിരിക്കടാ. അല്ലല്ല ഒരു നിമിഷം ഞാൻ വെച്ച് ജമ്പിപ്പിച്ച് വായിട്ടിടും. ഇവിടെ തന്നെ അടിക്കാം. ഊതിയിടാൻ നോക്കി.